നമസ്കാരം. ഇന്ന് ഏപ്രിൽ 9 ബുധനാഴ്ചയാണ്. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. എക്സാലോജിക് CMRL മാസപ്പടി കേസിലെ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ഹർജികളിൽ വാദം കേൾക്കും. ഹർജിയിൽ SFIOയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഹർജി പരിഗണിക്കുന്നതിന് മുൻപായി മറുപടി സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. CMRLനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരാകും. വിനീത VG വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, എക്സാലോജിക് CMRL മാസപ്പടി കേസിലെ SFIയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജിയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുക. ഇന്നുച്ചയ്ക്ക് 2:30 ഈ ഹർജിയിൽ വാദം കേൾക്കും. ഹർജിയിൽ SFIക്കും ഒപ്പം തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നേരത്തെ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹർജി പരിഗണിക്കുന്നതിന് മുൻപായി മറുപടി സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. CMRLനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരാകും. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും SFIO അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ഈ SFIO അന്വേഷണത്തിനെതിരെ CMRL നേരത്തെയും ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയും കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജിയിലും ഇന്ന് വാദമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്, വിനീത VGയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുങ്കം ഇന്നു മുതൽ നിലവിൽ വരും. ചൈനയ്ക്ക് മേൽ 104% തീരുവ ചുമത്തി കടുത്ത നടപടിയുമായി ട്രംപ്. വ്യാപാര യുദ്ധത്തിൽ ആരും വിജയിക്കില്ലെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുറന്നടിച്ചു. വിശദാംശങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഇവിടുത്തെ ഗുഡ് മോർണിംഗ് ആണ്. മധു, ഈ വീണ്ടും വിപണികളിൽ ഇടിവുണ്ടാവുകയാണോ അമേരിക്കയിൽ? അങ്ങനെ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിൽ. മധു, ഗുഡ് മോർണിംഗ് ഉന്മേഷ്. നമ്മൾ ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് അമേരിക്കയിൽ വിപണി ആരംഭിക്കുമ്പോൾ അല്പം ഉണർവ് അല്ലെങ്കിൽ അതൊരു സജീവമാകുന്ന ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിലും ഈ ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചതോടുകൂടി പിന്നെയും ഈ വിപണി തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച, അതായത് ഇന്ന് എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 104% അധിക നികുതി ചുമത്തുമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രഖ്യാപിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ US ഉൽപ്പന്നങ്ങൾക്ക് 34% താരിഫ് ഏർപ്പെടുത്തുമെന്ന ചൈനയുടെ തീരുമാനത്തിൽ നിന്ന് ട്രംപ് അനുവദിച്ച സമയം കൊടുത്തെങ്കിലും അവർ പിൻവാങ്ങാത്തതിനെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് 50% തീരുവ കൂടി കൂട്ടിച്ചേർത്തത്. ചൊവ്വാഴ്ച നേരത്തെ ഈ ചൈനീസ് ഇറക്കുമതിക്ക് 50% അധിക തീരുവ ചുമത്തതിനെ ചൈന വളരെ ശക്തമായി എതിർത്തിരുന്നു. അവരുടെ ചൈനീസ് വാണിജ്യകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് പ്രതികരണവുമായി മുന്നോട്ട് വന്നത്. അവർ പറഞ്ഞത് ഒരു തെറ്റിന് മേൽ മറ്റൊരു തെറ്റാണ് ഇതെന്നാണ് ഈ അമേരിക്കയുടെ തീരുമാനത്തെ പറ്റി അവർ വിശേഷിപ്പിച്ചത്. US കയറ്റുമതിക്ക് ചുങ്കം വർദ്ധിപ്പിക്കുമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. ഉന്മേഷ്, ഓർക്കണം, ചൈനയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി $439 ബില്യൺ. അതേസമയം അമേരിക്കയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതി $144 ബില്യൺ. ഇത് മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുങ്കം ഇന്നു മുതലാണ് നിലവിൽ വരുന്നത്. ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് ഫ്രാൻസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ പുരോഗതിക്ക് തന്റെ ഈ തീരുവ പ്രഖ്യാപനം വളരെ ആവശ്യമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് ഇന്ന് വൈറ്റ് ഹൗസിൽ സംസാരിക്കവേ പറഞ്ഞത്, പ്രസിഡന്റ് ട്രംപ് ഉരുക്ക് പോലെയുള്ള ഒരു നട്ടലുണ്ട്, അദ്ദേഹം ഒരു കാരണവശാലും തകരില്ല, അമേരിക്കയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കും. ഈ താരിഫും വിമോചന ദിന പ്രഖ്യാപനത്തിനും ഒക്കെ ശേഷം ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം 70 രാജ്യങ്ങൾ ഇതിനകം തന്നെ അമേരിക്കയുമായി ചർച്ച ആരംഭിക്കുവാൻ വൈറ്റ് ഹൗസിനെ സമീപിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. രാജ്യങ്ങൾ അവരുടെ അന്യായമായ വ്യാപാര രീതികൾ പരിഷ്കരിക്കുവാനും അതുപോലെ അവരുടെ വിപണികൾ സ്വതന്ത്രമായി അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുവാനും സ്വയം തയ്യാറാകുകയാണെന്നും വൈറ്റ് ഹൗസിൽ ഈ കാരൻ ലെവിറ്റ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഉന്മേഷ്, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുനമ്പം വഖഫ് ഭൂമി കേസിൽ വാദം ഇന്നും തുടരും. പറവൂർ സബ് കോടതിയുടെ വിധിയിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലാണ് വാദം. ഇന്നലെ വഖഫ് ആധാരം അടിസ്ഥാനമാക്കിയായിരുന്നു വാദം നടന്നത്. ഈ ആധാരത്തിലെ 5 പരാമർശങ്ങൾ അനുസരിച്ച് ഭൂമി വഖഫ് ആണെന്നായിരുന്നു ബോർഡിന്റെ വാദം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാദം തുടങ്ങിയത്.
ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് ഈ മുനമ്പം വഖഫ് ഭൂമി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കോടതി വിധികളിലുള്ള വാദമാണ്. അതിൽ പ്രധാനം എന്നത് പറവൂർ സബ് കോടതിയുടെ വിധിയാണ്. അതിലുള്ള വാദമായിരിക്കും നടക്കുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ആധാരം വെച്ചിട്ടുള്ള ഒരു വാദമായിരുന്നു. ആധാരത്തിലെ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ എന്താണ് അത് പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു വാദമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ വാദത്തിൽ വഖഫ് ബോർഡ് ഉന്നയിച്ച ഒരു വഖഫ് ബോർഡ് ഉന്നയിച്ച ഒരു വാദം എന്നത് ഈ ആധാരത്തിലെ 5 പരാമർശങ്ങൾ അനുസരിച്ച് ഭൂമി വഖഫാണെന്നായിരുന്നു ഇവരുടെ ഒരു വാദം. അതേസമയം തന്നെ ക്രയവിക്രയ സ്വാതന്ത്ര്യവും തിരിച്ചെടുക്കാനുള്ള നിബന്ധനയും ഉള്ളതിനാൽ വഖഫായി ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വാദിച്ചത്. മുനമ്പം നിവാസികളും ഈ ഒരു വാദത്തിൽ ഉണ്ടായിരുന്നു. ഫാറൂഖ് കോളേജ് മത ജീവകാരുണ്യ സ്ഥാപനമല്ലാത്തതിനാൽ ഭൂമി നൽകിയതിനെ വഖഫായി കണക്കാക്കാൻ കഴിയില്ലെന്നായിരുന്നു ഇത്തരത്തിൽ മുനമ്പം നിവാസികൾ ഉന്നയിച്ച ഒരു വാദം. എന്തുതന്നെയായാലും ഇന്നത്തെ ഒരു വാദം ഏറ്റവും പ്രധാനമാണ്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സിറാജുദ്ദീനുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് തുടരും. സിറാജുദ്ദീനെ പെരുമ്പാവൂരിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. സിറാജുദ്ദീനെ മരണം സംഭവിച്ച ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് പോലീസ് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ 4 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. സംഭവത്തിൽ പങ്കുള്ള കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കൂട്ടായ്മകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇത്തരം കൂട്ടായ്മകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. കോൺഗ്രസ് ദേശീയ സമ്മേളനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 6 പതിറ്റാണ്ടിന് ശേഷമാണ് ഗുജറാത്തിൽ AICC സെഷൻ നടക്കുന്നത്. സമ്മേളനത്തിൽ 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കും. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ വിശദമായ പ്രമേയം അവതരിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP 24നോട് പറഞ്ഞു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയമാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിൽ അന്തർദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ചുങ്കം, ഉക്രൈൻ വിഷയമുണ്ട്. അതുപോലെ തന്നെ പലസ്തീൻ വിഷയങ്ങളുണ്ട്. മണിപ്പൂരിൽ 2 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന എത്നിക് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയവും പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റിക്ക് നേരെയുള്ള കടന്നാക്രമണം, SC/STക്ക് നേരെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ കാസ്റ്റ് സെൻസസിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തുകയും ചർച്ചയ്ക്ക് വരികയും ചെയ്തിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്ന് തത്സമയം. ശ്രീനാഥ്, എന്തൊക്കെ ചർച്ചകളായിരിക്കും ഇന്ന് AICC സമ്മേളനത്തിൽ നടക്കുക പ്രധാനമായും? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നിർണായകമായൊരു ഘട്ടത്തിലാണ്. അവർക്ക് തിരിച്ച് അധികാരത്തിലേക്ക് വരേണ്ടത് പ്രധാനമാണ്. അതിനുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇന്നലെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ, വിശാല വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നത്. ആ ചർച്ചയ്ക്കൊക്കെ ഒടുവിൽ തയ്യാറാക്കിയ പ്രമേയമാണ് ഇന്നിപ്പോൾ AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ യോഗത്തെ ചരിത്രപരമാക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത് ഗുജറാത്തിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഈ സമ്മേളനം നടത്തുമ്പോൾ അതൊരു സന്ദേശം പാർട്ടി പ്രവർത്തകർക്കടക്കം നൽകുന്നുണ്ട്. നീണ്ട 64 വർഷങ്ങൾക്ക് ശേഷമാണ് 1961 ഭാവ്നഗറിൽ ചേർന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഗുജറാത്ത് പോലൊരു സ്ഥലത്ത് നടക്കുന്നു. സമീപകാലത്ത് നമുക്കറിയാം, കഴിഞ്ഞ 30 വർഷത്തിലേറെയായി BJPക്ക് വലിയ കരുത്തും അധികാരവും ഗുജറാത്തിലുണ്ട്. നരേന്ദ്രമോദിയുടെ തട്ടകമാണ്. അവിടെ വെച്ച് സമ്മേളനം നടത്തുമ്പോൾ BJPയെ അതേ നാണയത്തിൽ നേരിടാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ട് എന്നൊരു തോന്നൽ പ്രവർത്തകർക്കിടയിലെങ്കിലും ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൂടി പാർട്ടിക്ക് ഇവിടെ ഒരു AICC സമ്മേളനം നടത്തുമ്പോൾ അത് ആ തരത്തിൽ കൂടി പ്രധാനപ്പെട്ടതാവുന്നു. ഒപ്പം തന്നെ മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി 100 വർഷം തികയുന്ന വേളയാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികമാണ്. അങ്ങനെ പട്ടേലിനെയും ഗാന്ധിജിയെയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് പുതിയൊരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പവൻ ഖേരയുടെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറയുന്നത് ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ നീക്കങ്ങൾ ഞങ്ങൾ നടത്താൻ പോകുന്നു എന്നതാണ്. ഏതായാലും ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയങ്ങളിൽ പ്രധാനപ്പെട്ടത് 2 പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. അതിലാദ്യത്തേത് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്തിൽ പാർട്ടിക്ക് എങ്ങനെ തിരിച്ചു വരാം, ഗുജറാത്തിൻ്റെ നിലവിലെ സ്ഥിതി, BJP ഭരണത്തിൽ ഗുജറാത്ത് എത്രത്തോളം പുറകോട്ട് പോയി
എന്ന ആരോപണങ്ങളൊക്കെയാണ് ഈ പ്രമേയത്തിൽ ഉണ്ടാവുക. രണ്ടാമത്തെ പ്രമേയമാണ് നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് പറയുന്ന പ്രമേയം. അതിൽ അന്തർദേശീയ തലത്തിൽ ട്രംപിൻ്റെ പകരച്ചുങ്കമുണ്ട്, യുക്രൈൻ യുദ്ധമുണ്ട്, അങ്ങനെ പല വിഷയങ്ങൾ. ദേശീയ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മണിപ്പൂർ വിഷയമുണ്ട്. വഖഫ് വിഷയത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തായിരിക്കും പാർട്ടിയുടെ നിലപാട് എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ ജാതി സെൻസസ് അടക്കം കോൺഗ്രസ് സമീപകാലത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഉയർത്തിയ വിഷയങ്ങളിൽ മുൻപോട്ടുള്ള യാത്രയിൽ അവരുടെ നിലപാട് കൂടിയായിരിക്കും ഈ പ്രമേയത്തിൽ പറയുക. ഏതാണ്ട് 2000-ലധികം ഡെലിഗേറ്റ്സിനെയാണ് ഈ സമ്മേളനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. സബർമതി തീരത്ത് ഏതാണ്ട് 10 മണിയോടെ സമ്മേളനം തുടങ്ങുകയും ചെയ്യും. ഇന്നലെ പ്രാർത്ഥന യോഗമടക്കം വൈകിട്ട് ഈ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്നിരുന്നു. നല്ല ചൂട് ഇപ്പോൾ അഹമ്മദാബാദിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ഇന്നലെ പ്രാർത്ഥന യോഗം കഴിയുന്ന വേളയിലാണ് ഈ പി ചിദംബരത്തിനും ദിഗ്വിജയ് സിംഗിനും ഒക്കെ തന്നെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും പിന്നീട് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഇരുവരുടെയും ആരോഗ്യനില കൂടി തൃപ്തികരമാണ്. അവർ ഇപ്പോൾ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കെ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ദുരന്തബാധിതരുടെ വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച സത്യവാങ്മൂലം കേന്ദ്രം കോടതിയിൽ നൽകിയേക്കും. വായ്പ എഴുതിത്തള്ളില്ലെന്നും 1 വർഷത്തേക്ക് വായ്പകൾ പുനഃക്രമീകരിച്ച് മൊറട്ടോറിയം പ്രഖ്യാപിക്കും എന്നുമാണ് കേന്ദ്രം കഴിഞ്ഞ തവണ കോടതി അറിയിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി വിശദമായ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളുന്നതിനുള്ള സാധ്യത പരിശോധിക്കാനാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര വായ്പയുടെ സമയപരിധി ഡിസംബർ 31-ലേക്ക് നീട്ടിയത് സംബന്ധിച്ചും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് അറിയിക്കും. മുണ്ടക്കെ ചുരൽമല പുനരധിവാസത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഇന്ന് നടക്കും. നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി 24-നോട് പറഞ്ഞു. സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കുകയാണ് വയനാട്ടിൽ. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ വീടിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ ശിലാസ്ഥാപനം എന്ന് ആരംഭിക്കുകയാണല്ലേ? ഇന്ന് വൈകുന്നേരം ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് നിർവഹിക്കുകയാണ്. നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തിയാക്കണം എന്നാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ചെയ്ത് വിദ്യാർത്ഥികളത് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് നടത്തുന്നതോടുകൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. പട്ടയ ഭൂമിയാണ്, എല്ലാവർക്കും മറ്റ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ അതിൻ്റെ റൈറ്റ് കൊടുക്കുകയും ചെയ്യും. നല്ല ടൗണിൻ്റെ അടുത്താണ്, പിന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ടൗണിൽ ലഭ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഹൗസിംഗ് കോളനിക്ക് ഒരു വീടുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആവശ്യമായ കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആദ്യം ഒരുമിച്ച് ചെയ്യാം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് പിന്നെ കുറേ ഞങ്ങൾ കാത്തിരുന്നു. പിന്നെ അതൊരു പ്രഷറായി. അപ്പോൾ പാർട്ടി ചർച്ച ചെയ്തിട്ട് പിന്നെ നമ്മളുടേതുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ കാര്യമായതുകൊണ്ട് സർക്കാരിന് ആയിട്ട് അതിന് ഈ കാര്യങ്ങളിലൊന്നും ഒരു നിസ്സഹകരണമൊന്നുമില്ല. പല കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ ജനങ്ങൾ തീരുമാനിക്കുന്നത്, ഈ വീട് വേണ്ടിയവർ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് വേണം എന്ന് അപേക്ഷിച്ചവർ, ആവശ്യമുള്ളവർ, അവരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് ഗവൺമെൻറ് ഇപ്പോൾ എല്ലാവർക്കും വീട് കൊടുക്കുന്നില്ലല്ലോ. പുറത്ത് സ്ഥലമുള്ളവർക്ക് അവിടെ പോയി ഉണ്ടാക്കാനുള്ള അർഹത കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ഒരു നിശ്ചിത ധനസഹായം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞങ്ങളിതിൽ ആൾ വന്നത്. ഈ വീടില്ലാത്തവർക്ക് വേഗം അത് ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളുടെയും നിലപാട്. സർക്കാരിൻ്റെ പദ്ധതിയോട് നിസ്സഹകരണമോ കാര്യമോ ഒന്നുമില്ല. ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നല്ലോ. ആ ഒരു കാര്യത്തിൽ എല്ലാവരും സഹകരണമാണ്. ഞങ്ങളിതായിരിക്കും ഒരുപക്ഷെ സർക്കാരിന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പദ്ധതി. ഈ മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് PK കുഞ്ഞാലിക്കുട്ടി പങ്കുവെക്കുന്നത്. സർക്കാരിന്റെ പദ്ധതി കൂടി അതിവേഗത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്, പൂർത്തീകരിക്കേണ്ടതെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്യാമറമാൻ അബിദ് കലേക്കുമോ സമീർ ബിൻ കരീം, 24 മലപ്പുറം. SKN40
കേരള യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. രാവിലെ 7 മണിക്ക് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മോർണിംഗ് ഷോ ആരംഭിക്കും. തുടർന്ന് 9 മണിയോടെ വാണിയംകുളത്തും ജനകീയ യാത്ര എത്തും. 11 മണിക്ക് ചെറുപ്പുളശ്ശേരിയിൽ എത്തുന്ന SKN40 സംഘം ഉച്ചയോടെ മണ്ണാർക്കാട്ടേക്ക് പ്രവേശിക്കും. വൈകിട്ട് മണ്ണാർക്കാടാണ് സമാപനം. തുടർന്ന് യാത്ര നാളെ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കും. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി ഷെരീഫുൽ ഇസ്ലാം മോഷണ ശ്രമത്തിനിടെ നടത്തിയ ആക്രമണം എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ശാസ്ത്രീയ തെളിവുകളും സമർപ്പിച്ചു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ ശ്രീനാഥ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കുറ്റപത്രത്തിൽ? ജനുവരി 16 സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ വസതിയിലേക്ക് അർദ്ധരാത്രി അതിക്രമിച്ചു കയറുകയും നടനെ ആക്രമിക്കുകയും ചെയ്തത്. ഷെരീഫുൽ ഇസ്ലാം എന്ന ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതി എന്ന് പിന്നാലെ പോലീസ് കണ്ടെത്തുകയും ഇയാളെ ഥാനയിൽ വെച്ച് പിടികൂടുകയും ചെയ്തിരുന്നു. പിന്നാലെ തെളിവെടുപ്പ് നടത്തുകയും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. ഏതായാലും 1000 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ബാന്ദ്രയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കുത്താൻ ഉപയോഗിച്ച കത്തി ആ സ്ഥലത്ത് നിന്നും അതിന്റെ ഭാഗങ്ങൾ അവിടെ നിന്നും കിട്ടുകയും നടന്റെ ശരീരത്തിൽ അതിന്റെ ഒരു ഭാഗം കിട്ടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. മാത്രമല്ല ഈ പ്രതിയുടെ ഇടത് കൈയുടെ വിരലടയാളം ഈ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ഇയാൾ തന്നെയാണ് പ്രതി എന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ ഒരു മോട്ടീവ് അത് മോഷണ ശ്രമമായിരുന്നു എന്നും ഈ കുറ്റപത്രം പറയുന്നു. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായാണ് ഇയാൾ മുംബൈയിലേക്ക് എത്തിയത്. ആദ്യം കൊൽക്കത്തയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നാലെ മുംബൈയിലേക്ക് വരികയും പിന്നീട് നടന്റെ വീട് ആക്രമിക്കുകയായിരുന്നു. കുട്ടികളുടെ മുറിയിലേക്ക് ആദ്യം എത്തി കുട്ടികളെ തടങ്കലിലാക്കി പണം ആവശ്യപ്പെടുകയായിരുന്നു ഇയാൾ ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. നടൻ ഈ ശബ്ദം കേട്ട് അവിടേക്ക് എത്തുകയും ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ആക്രമിക്കുകയുമായിരുന്നു. ഏതായാലും അന്ന് ജനുവരി 16 പരിക്കേറ്റ് ആശുപത്രിയിലായ നടൻ പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ മേഖലയിൽ തന്നെ വലിയ പോലീസ് പെട്രോളിംഗും മറ്റും ഏർപ്പെടുത്തിയതാണ്. നടന്റെ വീട്ടിൽ പ്രത്യേകമായി ചില സുരക്ഷാ സംവിധാനങ്ങൾ കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി തൃശൂർ ജില്ലയിൽ നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു. തൃശൂർ അരുണാചകര സ്വദേശികളായ ദമ്പതികളുടെ വീടെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. തൃശൂർ അരുണാട്ടുകരയിൽ 19 വർഷമായി വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ജസ്മി വി ബ്രസൂനൻ ദമ്പതികൾ. 2 കുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ ഏറെക്കാലമായുള്ള സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട്. ജീവിതത്തിൽ ഇതുവരെയുള്ള സമ്പാദ്യം സ്വരുക്കൂട്ടി വരടിയത്ത് വീട് നിർമ്മാണത്തിനായി സ്ഥലം വാങ്ങി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീട് യാഥാർത്ഥ്യമാക്കാനായില്ല. ഇതിനിടെയാണ് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കുടുംബത്തിന് കൈത്താങ്ങായത്. 12 വർഷം ഞാൻ ഈ സ്ഥലം മേടിച്ചിട്ടിട്ട് എനിക്ക് വീട് പണിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് കടപ്പാടുണ്ട്. എന്ന് വെച്ചാൽ വീട് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമായത് ഒരു മനുഷ്യൻ്റെ. അപ്പം അത് സാധിച്ചു കിട്ടി. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. നന്ദി എല്ലാവരോടും. വേഗത്തിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ആലോചന. ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. 24 തൃശൂർ. കാസർഗോഡ് വേടകത്ത് യുവതിയെ കടയ്ക്കുള്ളിലിട്ട് തീ കൊളുത്തിയ കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശി രാമാമൃതത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 10 വയസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് ആക്രമണത്തിന് ഇരയായ രമിതയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മംഗളൂരുവിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് രമിത. പ്രതി രാമാമൃതം 25 വർഷമായി കാസർഗോഡാണ് താമസം. ഇന്നലെ ആക്രമണത്തിന് ശേഷം ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാർ ചേർന്ന് വേടകം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. മദ്യപിച്ച് ശല്യം ചെയ്യുന്നതിനെതിരെ രമിത പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ 817.80 കോടി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ ഇന്ന് ഒപ്പിടും. 2 കരാറുകളാണ് ഒപ്പിടേണ്ടത്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി ഗ്രൂപ്പും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാർ ആണ് ആദ്യത്തേത്. തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന് 20% കേന്ദ്രവുമായി പങ്കിടാമെന്ന് സംസ്ഥാന സർക്കാരും കരാർ ഒപ്പിടണം. സർക്കാരിനായി ചീഫ് സെക്രട്ടറിയാകും കരാറിൽ ഒപ്പിടുക. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നായ MSC തുർക്കി ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യും. ഇന്നലെയായിരുന്നു ബർത്തിംഗ് തീരുമാനിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഒരു തുറമുഖത്ത് ഈ ഭീമൻ കപ്പൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയും 33.5 മീറ്റർ ഉയരവുമുണ്ട് കപ്പലിന്. ഏകദേശം 24,346 സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. ക്ലൗഡ് ഗാർഡറ്റായിരുന്നു ഇതുവരെ വിഴിഞ്ഞത്തെത്തിയതിൽ ഏറ്റവും വലിപ്പമേറിയ കപ്പൽ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ വിദ്യാർത്ഥികളും
വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും അവബോധമുണ്ടാക്കാൻ വ്യത്യസ്ത പരിപാടിയുമായി എറണാകുളം കളമശ്ശേരി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ PTA സ്പോർട്സിലൂടെ ലഹരി എന്ന ആശയവുമായി ഡയമണ്ട് ജൂബിലി ട്രോഫി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. രാജഗിരിയുടെ ഹരിതഗിരിയുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ സമ്മാനങ്ങൾക്കൊപ്പം വിവിധതരം പച്ചക്കറി വിത്തുകളും വിജയികൾക്ക് നൽകി. പച്ചക്കറി നട്ടുവളർത്തിയ അവധിക്കാലം ആരോഗ്യകരവും ഫലപ്രദവുമായി ചെലവഴിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. DCP വിജി ജോർജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. 30-ൽ പരം സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ കൊച്ചി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ ഓവറോൾ ചാമ്പ്യന്മാരായി.